തരം മന്ത്രിമാർ. ക്യാബിനറ്റ്. മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കും വകുപ്പുകളുടെ പൂർണ്ണ ചുമതലയുമുള്ള മന്ത്രിമാർ അടങ്ങിയ സമിതിയാണ് ക്യാബിനറ്റ്. ബ്യൂറോക്രസി. രാഷ്ട്രീയത്തിനതീതമായി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രസി എന്നറിയപ്പെടുന്നത്. സിവിൽ സർവീസ്. പൊതുജന സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിനാൽ ബ്യൂറോക്രസിയെ സിവിൽ സർവീസ് എന്നും വിളിക്കുന്നു. സിവിൽ സർവീസിനെ കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14. സിവിൽ സർവീസുകളുടെ വർഗീകരണം. ക്ലാസിഫിക്കേഷൻ ഓഫ് സിവിൽ സർവീസ്. സിവിൽ സർവീസുകളെ പ്രധാനമായും 3 തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അഖിലേന്ത്യാ സർവീസ്, ഒന്നാമത്തേത് ഓൾ ഇന്ത്യ സർവീസ്. 2 കേന്ദ്ര സർവീസ് അഥവാ സെൻട്രൽ സർവീസ്. 3 സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ്. വിവിധ തരം മന്ത്രിമാർ. ക്യാബിനറ്റ്. മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കും വകുപ്പുകളുടെ പൂർണ്ണ ചുമതലയുമുള്ള മന്ത്രിമാർ അടങ്ങിയ സമിതിയാണ് ക്യാബിനറ്റ്. മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കും വകുപ്പുകളുടെ പൂർണ്ണ ചുമതലയുമുള്ള മന്ത്രിമാർ അടങ്ങിയ സമിതിയാണ് ക്യാബിനറ്റ്. സഹമന്ത്രിമാർ. വകുപ്പുകളുടെ ഭരണനിർവഹണത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നതിനായി നിയമിക്കപ്പെടുന്ന മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. വകുപ്പുകളുടെ ഭരണനിർവഹണത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നതിനായി നിയമിക്കപ്പെടുന്ന മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. ഉപമന്ത്രിമാർ. സഹമന്ത്രിമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉപമന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. സഹമന്ത്രിമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉപമന്ത്രിമാർ എന്നറിയപ്പെടുന്നു മന്ത്രിമാരെ. അടുത്തതാണ് ബ്യൂറോക്രസി. രാഷ്ട്രീയത്തിനതീതമായി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രസി എന്നറിയപ്പെടുന്നത്. രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രസി എന്നറിയപ്പെടുന്നത്. ഓഫീസിലോ ഫീൽഡിലോ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. ഓഫീസിലോ ഫീൽഡിലോ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. ശ്രേണികളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഈ സമ്പ്രദായത്തിൽ ഓരോ ശ്രേണിയും അടുത്ത ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രേണികളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഈ സമ്പ്രദായത്തിൽ ഓരോ ശ്രേണിയും അടുത്ത ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ. പ്രത്യേക വൈദഗ്ധ്യമുള്ളവരാവും ബ്യൂറോക്രസി. ചുമതല വിഭജനം, ശ്രേണീക്രമം, യോഗ്യതാടിസ്ഥാനത്തിലുള്ള നിയമനം, ചട്ടങ്ങൾക്ക് വിധേയമായ പ്രവർത്തനം. ബ്യൂറോക്രസിയുടെ പ്രവർത്തനങ്ങൾ പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടാവും, ചുമതല വിഭജനം ഉണ്ടാവും, ശ്രേണീക്രമം ഉണ്ടാവും, ഒരു ഓർഡർ ഉണ്ടാവും. യോഗ്യതാടിസ്ഥാനത്തിലുള്ള നിയമനം, ഗവൺമെൻറ് നിയമനമാകുമ്പോൾ യോഗ്യതാടിസ്ഥാനത്തിലുള്ള ആളുകളെ മാത്രമേ നിയമനം ഉണ്ടാവുള്ളൂ. അതേപോലെ ചട്ടങ്ങൾക്ക് വിധേയമായ പ്രവർത്തനം, ഒരു ചട്ടക്കൂടുണ്ട് അവർക്ക്, അതിൽ വിധേയമായിട്ട് അവർ പ്രവർത്തിക്കുകയുള്ളൂ. ഇന്ത്യൻ ബ്യൂറോക്രസി എന്ന വ്യവസ്ഥയിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ ബ്യൂറോക്രസി എന്ന വ്യവസ്ഥയിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? അഖിലേന്ത്യാ സർവീസുകൾ, സംസ്ഥാന സർവീസുകൾ, പ്രാദേശിക ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാങ്കേതിക മാനേജീരിയൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇന്ത്യൻ ബ്യൂറോക്രസി എന്നതിൽ ഉൾപ്പെടുന്നവരാരൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസുകൾ, സംസ്ഥാന സർവീസുകൾ, പ്രാദേശിക ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാങ്കേതിക മാനേജീരിയൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ. ഇത്രയും പേരാണ് ഇന്ത്യൻ ബ്യൂറോക്രസിയിൽ ഉൾപ്പെടുന്നത്. അതിലാദ്യത്തേതാണ് ബ്യൂറോക്രസിയുടെ ആദ്യത്തെ ഒരു ഭാഗമാണ് സിവിൽ സർവീസ്. പൊതുജന സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിനാൽ ബ്യൂറോക്രസിയെ
സിവിൽ സർവീസ് എന്നും വിളിക്കുന്നു. അതായത് ബ്യൂറോക്രസി തന്നെ സിവിൽ സർവീസ് എന്നും വിളിക്കും. അതിനുള്ള കാരണം പൊതുജന സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതുകൊണ്ട്, പൊതുജന സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ബ്യൂറോക്രസിയെ സിവിൽ സർവീസ് എന്നും വിളിക്കുന്നു. സിവിൽ സർവീസിനെ കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14 ഷെഡ്യൂൾ 14 സിവിൽ സർവീസിനെ കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും PSCയെ കുറിച്ചും പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, ഇന്ത്യ ഗവൺമെൻറ്റിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC ആണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സിവിൽ സർവീസുകളുടെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ ഓഫ് സിവിൽ സർവീസ്. സിവിൽ സർവീസുകളെ പ്രധാനമായും 3 തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അഖിലേന്ത്യാ സർവീസ് ഒന്നാമത്തേത്, ഓൾ ഇന്ത്യ സർവീസ്. 2 കേന്ദ്ര സർവീസ് അഥവാ സെൻട്രൽ സർവീസ്. 3 സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ്. സിവിൽ സർവീസുകളെ പ്രധാനമായും 3 തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് അഖിലേന്ത്യാ സർവീസ്, 2 സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസ്, 3 സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസ്. അങ്ങനെ 3 വിധത്തിലാണ് സിവിൽ സർവീസിനെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സർവീസാണ് അഖിലേന്ത്യാ സർവീസ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായതും പാർലമെൻറ്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതും ആയ സർവീസുകളാണ് അഖിലേന്ത്യാ സർവീസ്. അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായതും പാർലമെൻറ്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമായ സർവീസാണ് അഖിലേന്ത്യാ സർവീസ്. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. IAS, IPS, ഇന്ത്യൻ സർവീസ് ഓഫ് എൻജിനീയേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്നിവ അഖിലേന്ത്യാ സർവീസുകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് അഖിലേന്ത്യാ സർവീസ്? IAS, IPS, IFS, അതുപോലെ ഇന്ത്യൻ സർവീസ് ഓഫ് എൻജിനീയേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്. ഇത്രയും കാര്യങ്ങളാണ് അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസിൽ വരുന്നത്. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. നിയമനത്തിൻ്റെ രീതി, സേവന വേതന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ്. നിയമനത്തിൻ്റെ രീതി, സേവന വേതന വ്യവസ്ഥകൾ എന്നിവ നിയമിക്കുന്നത് പാർലമെൻറ്റാണ് അഖിലേന്ത്യാ സർവീസിൽ. ഓക്കെ, അടുത്ത രണ്ടാമത്തതാണ് കേന്ദ്ര സർവീസ്. കേന്ദ്ര സർവീസ് ആകുമ്പോൾ കേന്ദ്ര പട്ടികയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളിലെയും ഭരണനിർവഹണത്തിനായി രൂപീകരിച്ചിരിക്കുന്ന സർവീസുകളാണ് കേന്ദ്ര സർവീസുകൾ. കേന്ദ്ര പട്ടികയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളിലെയും ഭരണനിർവഹണത്തിനായി രൂപീകരിച്ചിരിക്കുന്ന സർവീസുകളാണ് കേന്ദ്ര സർവീസുകൾ. UPSC എന്താണെന്ന് നോക്കാം. UPSC അംഗങ്ങളെ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് നിയമിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ അന്വേഷണത്തിന് വിധേയമായി മാത്രമേ അവരെ നീക്കം ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. യോഗ്യതയുടെയും കാര്യക്ഷമതയുടെയും അടിസ്ഥാനത്തിലാണ് സിവിൽ സർവീസിനെ നിയമിക്കുന്നതെങ്കിലും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പൊതു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ സ്ഥാനം ലഭിക്കുന്നതിനുള്ള അവസരവും ഭരണഘടന ഉറപ്പുവരുത്തുന്നു. കേന്ദ്ര സർവീസ് നമ്മൾ പറഞ്ഞു, കേന്ദ്ര പട്ടികയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളും ഭരണനിർവഹണത്തിനായി രൂപീകരിച്ചിരിക്കുന്ന സർവീസുകളാണ് കേന്ദ്ര സർവീസുകൾ. അതിൽ വരുന്നത്, കേന്ദ്ര സർവീസിൽ വരുന്നത് ഇന്ത്യൻ വിദേശ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് തുടങ്ങിയവ
ആണ് അതിൽ പെടുന്നത്. ഏതൊക്കെയാണ് കേന്ദ്ര സർവീസിൽ വരുന്നത്? ഇന്ത്യൻ വിദേശ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് IAAS, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്. മറ്റേത് IAS ആണ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അത് അഖിലേന്ത്യാ സർവീസാണ്. ഇത് IAAS, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, അത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്. ഇത്രയും കാര്യങ്ങളാണ് കേന്ദ്ര സർവീസിൽ വരുന്നത്. ഓക്കെ, ഈ സർവീസുകൾക്ക് ഓരോന്നിനും സ്വന്തം നിയമന രീതിയും ചട്ടങ്ങളും ശമ്പള സ്കെയിലും ഉണ്ട്. ഈ ഓരോ സർവീസിനും സ്വന്തം നിയമ രീതി ഉണ്ട്, ചട്ടങ്ങളുണ്ട്, ശമ്പള സ്കെയിലും ഉണ്ട്. അടുത്തതാണ് സംസ്ഥാന സർവീസ്. സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന സർവീസ് കൈകാര്യം ചെയ്യുന്നത്. സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന സർവീസ് കൈകാര്യം ചെയ്യുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിലും ഉണ്ടായിരിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനം എല്ലാ സംസ്ഥാനത്തും, ഓരോ സംസ്ഥാനത്തും ഉണ്ടായിരിക്കും. സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരളത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്, KPSC, കേരള PSC. ഓക്കെ, അതുപോലെ ഓരോ സംസ്ഥാനത്തിനും അതാത് പ്രാദേശികമായ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. അവരാണ് സംസ്ഥാന സർവീസിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നത്. നിയമന രീതി, സേവന വേതന വ്യവസ്ഥകൾ എന്നിവ നിർണ്ണയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. നിയമനത്തിൻ്റെ രീതി, സേവന വേതന വ്യവസ്ഥകളെല്ലാം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സെയിൽസ് ടാക്സ് ഓഫീസേഴ്സ് സംസ്ഥാന സർവീസിൽ ഉൾപ്പെടുന്നു. സെയിൽസ് ടാക്സ് ഓഫീസർമാർ സംസ്ഥാന സർവീസിലാണ് ഉൾപ്പെടുന്നത്. സെയിൽസ് ടാക്സ് ഓഫീസേഴ്സ് സംസ്ഥാന സർവീസിൽ ഉൾപ്പെടുന്നു. നിയമനിർമ്മാണ വിഭാഗം സ്വീകരിക്കുന്ന നയങ്ങൾ ഉദ്യോഗസ്ഥർ ലംഘിക്കാൻ പാടില്ല. നിയമനിർമ്മാണ വിഭാഗം സ്വീകരിക്കുന്ന നയങ്ങൾ ഉദ്യോഗസ്ഥർ ലംഘിക്കാൻ പാടില്ല. ഭരണ സംവിധാനത്തിന്മേൽ രാഷ്ട്രീയ നിയന്ത്രണം നിലനിർത്തുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ്. ഭരണ സംവിധാനത്തിന് മേൽ രാഷ്ട്രീയ നിയന്ത്രണം നിലനിർത്തുക എന്നത് മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ്. നിയമനിർമ്മാണ വിഭാഗം സ്വീകരിക്കുന്ന നയങ്ങൾ ഉദ്യോഗസ്ഥർ ലംഘിക്കാൻ പാടില്ല. ഭരണ സംവിധാനത്തിന്മേൽ രാഷ്ട്രീയ നിയന്ത്രണം നിലനിർത്തുക എന്നത് മന്ത്രിമാരുടെ ഉത്തരവാദിത്തം ആണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.